എല്ലാവർക്കും നമസ്കാരം. ഏഴിലോട് കാരാട്ട് കല്ലന്താട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട വിശേഷങ്ങളുടെ അടുത്ത ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വടക്കൻ മലബാറിലെ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചടുലമായ നീക്കങ്ങളാൽ ഭക്തരെ വിസ്മയിപ്പിക്കുന്നതുമായ ഗുളികൻ തെയ്യമാണ്. കല്ലന്താട്ട് ഭഗവതിയുടെ പ്രധാനപ്പെട്ട കാവൽക്കാരനായാണ് ഗുളികനെ ഇവിടെ സങ്കല്പിക്കുന്നത്. ഭഗവതിയുടെ തിരുമുറ്റത്ത് തിറയാട്ടം നടക്കുമ്പോൾ ആ മുറ്റത്തിന്റെ പരിശുദ്ധിയും കാവലും ഗുളികന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഗുളികൻ തെയ്യത്തിന്റെ വേഷം പ്രധാനമായും പ്രകൃതിദത്തമായ കുരുത്തോല കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അരയിലും തലയിലുമുള്ള കുരുത്തോല ചമയങ്ങൾ തെയ്യം തുള്ളുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം ഉത്സവപ്പറമ്പിൽ ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. ചെണ്ടമേളത്തിന്റെ മുറുകിയ താളത്തിനൊപ്പം കുരുത്തോല ചമയങ്ങൾ അണിഞ്ഞ് ഗുളികൻ മുറ്റത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം അത് നേരിട്ട് തന്നെ അനുഭവിക്കണം. സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വേഗത്തിലുള്ള ചുവടുകളും ഭക്തരോടുള്ള ആത്മബന്ധവുമാണ് കല്ലന്താട്ടിലെ ഗുളികനെ ശ്രദ്ധേയമാക്കുന്നത്. ഭക്തനായ മാർക്കണ്ഡേയന്റെ ജീവനെടുക്കാൻ വന്ന യമരാജനെ പരമശിവൻ വധിച്ചു. ലോകത്ത് മരണം ഇല്ലാതായതോടെ ഭൂമി ഭാരത്താൽ നിറഞ്ഞു. ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി ശിവൻ തൻ്റെ ഇടതുകാലിലെ പെരുവിരൽ നിലത്ത് അമർത്തുകയും അതിൽ നിന്ന് ഗുളികൻ ജനിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഗുളികൻ തെയ്യം തൻ്റെ ചടുലമായ ചുവടുകളോടെ വിടവാങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഈ കാവിലെ ഏറ്റവും പ്രൗഢമായ കാഴ്ചകളിലൊന്നായ വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ പുറപ്പാടിനാണ്. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ നരസിംഹമൂർത്തിയായി അവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഈ വിഷ്ണുമൂർത്തി. ഗുളികൻ തെയ്യത്തിൻ്റെ ആവേശവും വിഷ്ണുമൂർത്തിയുടെ ആ പ്രൗഢമായ എഴുന്നള്ളത്തും എല്ലാം നമ്മൾ ഈ വ്ലോഗിലൂടെ കണ്ടു കഴിഞ്ഞു.
തീർച്ചയായും മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു ഇത്. പക്ഷേ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തർ ഏറെ കാത്തിരിക്കുന്നതുമായ കല്ലന്താട്ട് ഭഗവതിയുടെ അതിമനോഹരമായ തിറയാട്ട വിശേഷങ്ങൾ നമ്മൾ അടുത്ത വ്ലോഗിലൂടെയാണ് കാണാൻ പോകുന്നത്. ആ ദൃശ്യങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക.